മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സംഘടിപ്പിക്കുന്ന ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പ് ബഹിഷ്കരിച്ച് ദുരിതബാധിതർ. ദുരന്തബാധിതരായ മുഴുവൻ പേരെയും പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിലാണ് പ്രതിഷേധം. ദുരന്തബാധിതർക്ക് 402 പേർക്ക് സ്മാർട്ട് കാർഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ഷനാണ് ഇന്ന് മുതൽ 3 ദിവസം. അപ്പോൾ ഇനിയും ഞങ്ങളെ കൂട്ടത്തിൽ പുഞ്ചിരിമട്ടത്ത് ഉൾപ്പെടെയുള്ള വീടുകൾ ഇനിയും ലിസ്റ്റിൽ വരാനുണ്ട്, ഗുണഭോക്തൃ പട്ടികയിൽ വരാനുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിൽ പല ഓഫീസുകളും കയറി ഇറങ്ങുകയാണ്. ആരും കൃത്യമായിട്ടൊരു ഡേറ്റ് ഞങ്ങളടുത്ത് പറയുന്നില്ല. അപ്പോൾ 1 വർഷമായിട്ടും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോഴും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൽ ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്നാണ് തീരുമാനം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ആ മേഖലയിലെ ദുരന്തബാധിതരാകെ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് സ്മാർട്ട് കാർഡ് വിതരണം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണെന്ന് നടന്നിരുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ദുരന്തബാധിതർക്ക് കൃത്യമായ രീതിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് നൽകുക എന്നുള്ള സ്മാർട്ട് കാർഡ് നൽകുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണമാണ് നടത്തുന്നത്. 402 കുടുംബങ്ങളാണ് നിലവിൽ ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ. അവർ മാത്രമല്ല, കൂടുതൽ പേർ ഇതിനകത്ത് ഉൾപ്പെടാനുണ്ട് എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്ന കാര്യം. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുഞ്ചിരിമട്ടം മേഖലയിൽ പോലും, അതായത് ഏറ്റവും കൂടുതൽ അപകട ഭീഷണിയുള്ള പ്രദേശമാണ്, അവിടെയുള്ള മേഖലയിൽ പോലുമുള്ള ആളുകളെ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അട്ടമല റോട്ടിലെ പാടിയിലെ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിൽ ഉൾപ്പെടേണ്ട ആളുകൾ പലതുമുണ്ട്. ആ പലതും ഈ അന്തിമ പട്ടികയിൽ വന്നിട്ടില്ല. അതേസമയം DDMA ഇതുമായി ബന്ധപ്പെട്ട് 40-ലേറെ പേരുടെ കുടുംബങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ശുപാർശ നൽകിയിട്ടുണ്ട്. ഈ ശുപാർശയിൽ അംഗീകാരം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.